താങ്കൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പി ദിവ്യയുടെ വാർത്തകൾ നൽകുന്ന സമയത്ത് ADM നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് ഇപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ കൊന്നതാണ് എന്ന് തന്നെയാണോ? നമുക്ക് പറയാവുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. അതായത് ADM നവീൻ ബാബു ന്റെ യാത്രയയപ്പ് കഴിഞ്ഞ് 6:45 കൂടിയിട്ടാണ് അദ്ദേഹം ഷംസുദ്ദീന്റെ കാറിൽ കയറി മുനീശ്വരൻ കോവിലിൽ ഇറങ്ങുന്നത് ഒരു ഫോൺ കോളിനെ ആസ്പദമാക്കിയിട്ടാണ്. ആ സമയത്ത് രണ്ട് ബൈക്കുകൾ, ഹെൽമെറ്റ് ധരിച്ച ബൈക്കുകൾ കാറിനെ പിന്തുടർന്നു എന്നുള്ള കാര്യം അവരുടെ ബന്ധുവിന്റെ തന്നെ ഇന്റർവ്യൂവിൽ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഒരു കോള് വരുന്നു, ഇറങ്ങുന്നു. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ കോർത്തിണക്കി നോക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കവിയൂർ കേസിൽ നാരായണൻ നമ്പൂതിരിയും അഞ്ചംഗ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുമായി ഇത് ബന്ധപ്പെട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ചെറിയ വിവരണം പറയാം. ഈ 2004 സെപ്റ്റംബർ 22 രാവിലെയാണ് ഇവര് ഇങ്ങനെ ആത്മഹത്യ ഇവര് മരിച്ചു കിടക്കുന്ന വിവരം പുറത്തു വരുന്നത്. അവിടെ അകത്തേക്ക് കയറുമ്പോൾ ചവിട്ടി തുറക്കുകയാണ്, പിന്നിലെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു റൂമിൽ മാത്രം ഈ പെൺകുട്ടി, നാരായണ നമ്പൂരിയുടെ മകൾ കവിയൂർ അനഘ എന്ന് പറയുന്ന 15 വയസ്സുള്ള പെൺകുട്ടി, സുന്ദരിയും നർത്തകിയുമായ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. മറ്റൊരു റൂമിൽ നാരായണ നമ്പൂരി തൂങ്ങിക്കിടക്കുന്നു. താഴെ 3 ഭാര്യയും 2 കുട്ടികളും മരിച്ചു കിടക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ അന്നത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി ടീച്ചർ വന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇവർ ആത്മഹത്യ ചെയ്തതാണ്. 2, അവർ പറയുന്നത് ഈ കുട്ടി കന്യകയാണെന്നാണ്. ഇതിൽ കന്യകയാണെന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് തന്നെ പൊളിയാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ കന്യാചർമ്മം നിരന്തരമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം വരെ. അതായത് ആ രാത്രി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ, പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിൽ, ഞാൻ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, എല്ലാവരും മരിക്കാൻ കാരണമായ ക്ലോറിപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി ഈ നാരായണ നമ്പൂതിരിയും കഴിച്ചിട്ടുണ്ട്, കൂടാതെ മദ്യവും കഴിച്ചിട്ടുണ്ട്. ഇതൊറ്റ ചോദ്യം. അതിന്റെ കെട്ടി തൂങ്ങി എന്നാണ് പറയുന്നത് പോലീസ്. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ശ്രീമതി ടീച്ചറും ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് ക്ലോറിപൈറിഫോസ് എന്ന് പറയുന്ന വിഷവും മദ്യവും കഴിച്ച് തളർന്നു പോകുന്ന ശരീരം പിന്നെ കൈ പൊക്കിയിട്ട് കെട്ടി തൂങ്ങാൻ പറ്റുന്നത്? ഇപ്പൊ ഇതൊരു മർഡറാണ്. മാത്രമല്ല 2 കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചതിന്റെ പാടുണ്ടായിരുന്നു. അതായത് 2 ആത്മഹത്യ, സാധാരണ ഒരു ആത്മഹത്യാക്കുറിപ്പ് എല്ലാവരും എഴുതി വെക്കുക, 2 ആത്മഹത്യാക്കുറിപ്പുകൾ നിർബന്ധപൂർവ്വം ബലം പ്രയോഗിച്ച് എഴുതിപ്പിച്ചെഴുതി. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, പിന്നീട് അതിനെപ്പറ്റി പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീമതി ടീച്ചർ പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി ഇതൊരു ആത്മഹത്യയാണെന്നും ഇവര് കന്യകയാണെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു. ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? 6:45 ശേഷം 11 മണി വരെ ഇവരെ ഭാര്യയും 2 കുട്ടികളും ഇദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ട്രെയിനിൽ വെച്ച് സംസാരിച്ചു. അപ്പൊ ട്രെയിനിൽ സഞ്ചരിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയ സ്ഥിരീകരണമുണ്ട്. എനിക്ക് കിട്ടിയ വിവരം പ്രകാരം ഇദ്ദേഹത്തെ ആ സമയത്ത് ട്രെയിനിൽ കയറിയ ശേഷം ഇദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് ADM നവീൻ ബാബുവിന് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ തലശ്ശേരിയിൽ വെച്ചിട്ട് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറക്കിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ അവിടുന്ന് കാറ് കയറ്റി തിരിച്ചുവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം 5:30 മണിക്ക് ഇവരെ ഭാര്യ വിളിച്ചിട്ട് കളക്ടറെ അറിയിക്കുന്നു. അങ്ങനെ ഷംസുദ്ദീനെ പറഞ്ഞയക്കുന്നു. അവിടെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണാണ്. പിന്നെ ഗൺമാൻ വരുന്നു. തൊട്ടടുത്ത ആ ഷംസുദ്ദീൻ എന്ത് ചെയ്യുന്നു? വാതിൽ തുറന്നു കിടക്കുന്ന സ്ഥലത്ത് ഉള്ളിലേക്ക് കയറുന്നില്ല. പകരം ഗൺമാനെ വിളിച്ചു വരുത്തുന്നു. അവിടുത്തെ അടുത്ത വീട്ടിലെ ഒരു എഞ്ചിനീയറെ വിളിക്കുന്നു. 3 പേരും കൂടിയാണ് കയറുന്നത്. ആ സമയത്താണ് തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. അവിടെ തന്നെ ദുരൂഹതയാണ്. വാതിൽ എങ്ങനെ തുറന്നു കിടക്കുന്നു? ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ വാതിൽ തുറന്നു കിടക്കുമോ? 2 ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും സംസാരിച്ച ഒരാള്, അയാളെ വിഷമങ്ങളൊക്കെ പങ്കിട്ടു എന്ന് പറയുന്ന ഒരാള് ആത്മഹത്യ ചെയ്യും? ഇദ്ദേഹത്തെ പോലെ എല്ലാ വിവരങ്ങളുമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യും?
താക്കോൽ എങ്ങനെയാണ് കിട്ടുന്നത്? അദ്ദേഹം ക്വാർട്ടേഴ്സ് ഒക്കെ ഒഴിവാക്കി താക്കോൽ കൊടുത്ത് മടങ്ങിപ്പോയ ശേഷം, ഔദ്യോഗികമായി മടങ്ങിപ്പോയ ശേഷം പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് താക്കോൽ കിട്ടുന്നത്? ചവിട്ടി പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. പിന്നെ കയറ് എവിടുന്ന് കിട്ടി? അതിലപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ചു എന്നാണ്. ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനർത്ഥം ഇദ്ദേഹത്തിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു, അവരെ കൂടെ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവാം. ഏകദേശം ദഹിക്കാത്ത ഭക്ഷണമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് 4:58 സന്ദേശം പോയിട്ടുണ്ടെന്ന്, രണ്ടുപേർക്ക് സന്ദേശം പോയിട്ടുണ്ടെന്ന് പറയുന്നു. 4:30ക്കും 5:30ക്കും ഇദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആണ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ദിവ്യയുടെ ഭർത്താവ് പ്രവർത്തിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളുമുള്ള, എന്തും ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്താണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ ആരെങ്കിലും ഉണ്ടാവണം, ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അവരെ അനുമതിയില്ല. വീട്ടിൽ ഇൻക്വസ്റ്റും അതേപോലെ മഹസറും തയ്യാറാക്കുമ്പോൾ ബന്ധുക്കൾ വേണം, അങ്ങനെ ആരുമില്ല. അവിടുത്തെ മുൻ കണ്ണൂർ ജില്ലാ മേയർ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അവിടെ വന്നിരുന്നു. അതുപോലെ ആളുകൾ വന്നപ്പം അകത്തേ പോലീസ് കയറ്റാനേ സമ്മതിച്ചില്ല. ആദ്യം ആത്മഹത്യാക്കുറിപ്പ് കിട്ടി എന്ന് പറയുന്നു, പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാഹചര്യങ്ങൾ കൊണ്ട് ഇത് കൊലപാതകമാണ്. അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നതാണോ, അല്ലെങ്കിൽ കൊന്നിട്ട് ഭയങ്കര ഭീകരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയാണോ അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നവീൻ ബാബുവിന് ഈ അവിടുത്തെ പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പല ഞെട്ടിക്കുന്ന ബിനാമി ഇടപാടുകളുടെയും അതേപോലെയുള്ള കാര്യങ്ങളുടെയും തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അപ്പൊ ഈ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് കൃത്യമായി ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ MV ജയരാജന്റെ ഇടപെടലുകളൊക്കെ തന്നെ വളരെ ദുരൂഹമാണ്. MV ജയരാജൻ ചെയ്തത് എന്താണ്? അപ്പോൾ തന്നെ ദിവ്യയ്ക്ക് ഒരു പൗതി സപ്പോർട്ട് കൊടുക്കുന്നു, പൗതി നവീൻ ബാബുവിനും കൊടുക്കുന്നു. എന്നിട്ട് കൂടെ പോവുകയാണ് അദ്ദേഹം. അവിടെ ഈ പറയുന്ന കളക്ടറേറ്റുള്ള ജീവനക്കാർക്ക് ബോഡി കാണിക്കാൻ സമയം പോലും കൊടുത്തില്ല. അവരൊന്നും ഇടപെടാൻ പോലും സമയം കൊടുക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് വെറുതെ പിടിച്ച് MV ജയരാജന്റെ സഹായത്തോട് കൂടിയിട്ട് എവിടെ പോവുകയാണ്? പത്തനംതിട്ടയിൽ പോവുകയാണ്. അദ്ദേഹം ആ കത്തിക്കുന്നവരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇത് കുടുംബത്തിന്റെ കൂടെയാണെന്ന് പറയുന്നു. ആ കത്തിക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ എല്ലാ തെളിവുകളും നശിക്കുകയാണ്. ഈ ബോഡിയിൽ എന്തൊക്കെ സംഭവിച്ചു ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തണം. അങ്ങനെ ഒരു സാഹചര്യം കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ്. ഇവിടെയാണ് കവിയൂർ കേസിലെ കാര്യം. കവിയൂർ കേസിൽ ഈ ശുക്ലവും ശുക്ലസ്രാവവും കുട്ടിയുടെ അടുത്ത് കിട്ടിയിട്ട് അത് DNA ടെസ്റ്റിന് കൊടുത്തിരുന്നു. DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല. DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഇതിൽ ആരുടെ ബീജമാണെന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് നശിപ്പിക്കപ്പെട്ടു. അവർ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്രയും പോരെ നമ്മൾ കൊലപാതകമാണെന്ന് വിശ്വസിക്കാൻ? അതായത് ഇതിനകത്ത് ദിവ്യ അല്ല എന്റെ മെയിൻ പ്രതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. പിന്നെ വ്യാജമായിട്ട് പ്രശാന്തന്റെ ലെറ്റർ, ഇവര് മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലെറ്റർ അവിടെ ഉണ്ടാക്കുന്നത് AKG സെന്ററിൽ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. ആ ഓഫീസിലെത്തിയ ലെറ്റർ വ്യാജമാണ് തെളിയുന്നത് എങ്ങനെയാണ്? പത്രക്കാരാണ് പൊളിക്കുന്നത്. പ്രശാന്ത് എന്നുള്ള പേരിൽ എഴുതിയ വ്യാജ ഒപ്പിട്ടിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് വരുത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിയത്. ഇന്നിപ്പോ MV ജയരാജൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപമുണ്ടെന്നാണ് അദ്ദേഹം വരുത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഇതൊരു മർഡർ അല്ലാതെ ഒരു ആത്മഹത്യയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഇതുവരെ കിട്ടിയ വിവരങ്ങളും എന്റെ അന്വേഷണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവിടുന്ന് ആ ADMന്റെ ഓഫീസിൽ നിന്നും അതേപോലെ കളക്ടറേറ്റിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എടുത്തെന്നും എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ മുഖ്യ പങ്ക് കളക്ടർക്കുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, ശ്രീ നന്ദകുമാർ, സമീപകാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു സംഭവമാണ്. ഒരു കുടുംബം അനാഥമായി പോയ സംഭവമാണ്. അങ്ങയുടെ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുമെന്ന് തന്നെ ഉറപ്പുണ്ട്. അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് ജാഗരൂകമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതുകയാണ്. ഒത്തിരി സമയം ഈ വിലപ്പെട്ട പറഞ്ഞോളൂ. അല്ല, ഇതില് തീർച്ചയായിട്ടും P. ശശി അടക്കമുള്ള ആളുകൾ, P. ശശി എന്ന് പറയുന്ന ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.
അദ്ദേഹത്തെ അതെ. മുമ്പ് പെണ്ണ് കേസിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ ഒരാളാണ്. അതേ ആള് ഞാൻ കൊടുത്ത ക്രിമിനൽ കേസിൽ സാക്ഷികളെ പാർട്ടിയുടെ നേതാക്കന്മാർ സാക്ഷികളായി വെച്ച്, അതേപോലെ ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാതെ ക്രിമിനൽ കേസിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം കുറ്റമുക്തനായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഉപയോഗിച്ച് പാർട്ടിയിൽ തിരിച്ചെടുത്ത ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത്. ആ ആളാണ് ഇതിന്റെ പിന്നിൽ മുഖ്യമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് ആ കത്തൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഓപ്പറേഷൻ നടന്നത്. അപ്പം അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് പോലീസ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക, ഇത് അട്ടിമറിക്കാൻ എങ്ങനെ ശ്രമിച്ചു. കളക്ടർ ആദ്യം പറഞ്ഞ എന്താ, നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് എന്റെ 8 മാസം എന്റെ കൂടെ പ്രവർത്തിച്ച യാതൊരു അഴിമതിയില്ലാത്ത സത്യസന്ധനായ ഓഫീസർ എന്നാണ് ADMനെ പറ്റി പറഞ്ഞത്. ഇതേപോലെ തന്നെ ലാൻഡ് കമ്മീഷണർ, റവന്യൂ കമ്മീഷണറുടെ അടുത്ത് പറഞ്ഞ എന്താ ഇതേപോലെ തന്നെയാണ്. പക്ഷെ പിണറായി വിജയനെ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞത് അഴിമതിക്കാരനാണെന്ന് കുറ്റം സമ്മതിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞ ഒരു കഥയുണ്ടാക്കിയതാണ് എന്നുള്ളത് പുറത്തു വന്നല്ലോ. അപ്പൊ ഇതുപോലെ പല സംഭവങ്ങളും നമ്മളെ മുന്നിലാണ്. നമ്മൾ പറയുന്നതിനേക്കാളപ്പുറം ഞെട്ടിക്കുന്ന ഡ്രാമകളാണ്, ഗൂഢാലോചനകളാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക. അതിന് പോലീസിനെ പൂർണ്ണമായും ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മള് പാലക്കാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും കണ്ടിട്ടുള്ളത്. അതെ, ഒത്തിരി ദുരൂഹതകളുണ്ട്. കൊന്നതാണ് എന്ന് അങ്ങ് ഉറപ്പിച്ചു പറയുന്നു. ഇതിലൊക്കെ ഉള്ള സത്യം എന്താണെന്ന് വെളിച്ചത്ത് വരാൻ കേരളം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളം കാത്തിരിക്കുന്നുണ്ട്. ആ നിരാലംബമായി പോയ കുടുംബം, ആ അനാഥമായി പോയ കുടുംബവും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെല്ലാം വൈകാതെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒത്തിരി സ്നേഹം ശ്രീ. ഓക്കെ, താങ്ക് യു.